മുടി കൊഴിച്ചിലിനുള്ള സൊല്യൂഷൻ ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് പറഞ്ഞു തന്നല്ലോ. പക്ഷെ അതിനോടൊപ്പം വരുന്ന വേറൊരു പ്രശ്നമാണ് മുടിക്ക് തീരെ ബലമില്ല, കട്ടിയില്ല എന്നുള്ളത്. ഓരോ മുടിനാരെടുത്ത് നോക്കിയാലും അതിന് തീരെ അങ്ങ് കട്ടിയില്ല, നല്ല ബലക്കുറവുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോവും, പെട്ടെന്ന് കീറിപ്പോവും. അങ്ങനെയുള്ള മുടിക്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. അതുമാത്രമല്ല, കുഞ്ഞിലെ തൊട്ടേ മുടിയുടെ റൂട്ട്സിനൊന്നും ശക്തിയില്ല, ഒട്ടും ബലമില്ല, തൊടുമ്പോഴേ കൊഴിഞ്ഞു വരുവാണ് എന്നുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരും കാണുമായിരിക്കും. ഇപ്പോൾ കുഞ്ഞായിരിക്കുന്ന കുട്ടികൾക്കും അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മുടിക്ക് ഒട്ടും ആരോഗ്യമില്ല, തീരെ ബലവും ഇല്ലാത്ത മുടിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ട ഹെയർ പാക്കും ഉണ്ട്. ആ ഒരു ഹെയർ പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുടി നന്നായിട്ട് തിളങ്ങിയിരിക്കും, ഇതുപോലെ നന്നായിട്ട് തിളങ്ങിയിരിക്കും. അത് മാത്രമല്ല, മുടിക്ക് നല്ല ഒരു ഔട്ടർ ലെയറായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല ശക്തിയും തരും. ആ പാക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഹായ് ഹലോ, ദിസ് ഇസ് ഓയിൽ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഹെയർ ഓയിൽ ചെയ്തിട്ടില്ല. പകരം ഞാൻ ഡയറക്റ്റ് നമ്മുടെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഹെയർ ആക്ടിവേഷൻ മസാജാണ്. മാസ്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇടുന്ന ജസ്റ്റ് ഒരു ആക്ടിവേഷൻ മസാജ്. പക്ഷേ എൻ്റെ പോലത്തെ ഹെയർ ആണ് നിങ്ങൾക്കെങ്കിൽ, നല്ല പോലത്തെ ഡ്രൈ ഫ്രിസി ഹെയർ ആണ് നിങ്ങൾക്കെങ്കിൽ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് ഈ ഹെയർ പാക്ക് ഇട്ടാൽ മതി. കാരണം നമ്മുടെ ഹെയർ പാക്കിൽ മുട്ടയൊക്കെ അടങ്ങിയിട്ടുണ്ട്, അത് മുടിനെ ഡ്രൈ ആക്കും. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്നും ഇതുപോലെ മുടിയുടെ വകുപ്പ് എടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ ചീകി കൊടുക്കണം. എന്നാലേ ആ ഭാഗത്തൊക്കെ മുടി കിളിർക്കത്തുള്ളൂ. നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വകുപ്പ് എടുക്കുന്ന ആ ഒരു വകുപ്പ് കുറച്ചൊരു ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. എനിക്കങ്ങനെ ചീകുന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കൂടി വരും. ഞാൻ അങ്ങനെ ഹെയർ പാക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് എനിക്ക് വലിയൊരു ഡിസ്റ്റൻസ് തോന്നിക്കാത്തത്. പക്ഷേ എങ്കിലും എനിക്ക് നോർമലിനെക്കാട്ടിലും കുറച്ച് ഇച്ചിപോലെ ഒരു പൊടിക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീകി ഒതുക്കി ഒരു സൈഡ് കെട്ടിയും വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ മുടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മുടിയിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ മുടിക്ക് ബലക്കുറവുണ്ട്, സ്ട്രെങ്ത് ഒന്നും ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ. ഇപ്പോൾ തന്നെ എൻ്റെ മുടി കണ്ടില്ലേ, നല്ല ഫ്രിസി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അതിൻ്റെ കാരണം ഈ ഒരു മാസ്കാണ്. മാസ്ക് ഞാൻ കാണിച്ചു തരാം. അതിന് ആദ്യം വേണ്ടത് നമുക്ക് ഒരു പഴമാണ്. ഏത് പഴമാണെന്ന് ചോദിച്ചാൽ നല്ല പഴുത്തുടഞ്ഞ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പാളയം തൊടനാണ്. പിന്നെ വേണ്ടത് 2 മുട്ട. എത്ര ലെങ്തുള്ള ഹെയർ ആണെങ്കിലും 2 മുട്ട മാക്സിമം എടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ബ്രഹ്മിയുടെ പൊടിയാണ്. ഞാൻ ലിസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഹ്മി വേണമെന്ന്. ബ്രഹ്മിയുടെ ചെടിയാണുള്ളതെങ്കിൽ അതിൻ്റെ ഇല എടുത്താൽ മതി. അത് ഞാനൊരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രഹ്മി പൊടിയൊക്കെ നമുക്ക് അങ്ങാടി കടയിൽ വാങ്ങാൻ കിട്ടും. ബ്രഹ്മി ഒരു ചെടിയാണ്, ഗൂഗിളിൽ നോക്കിയാൽ മതി. പിന്നെ വേണ്ടത് ഭൃംഗരാജാണ്, അറിയാലോ, കയ്യോന്നി. അതിൻ്റെ പൊടിയാണ് ഞാൻ തൽക്കാലം എടുത്തിരിക്കുന്നത്. അതും ഒരു 2 സ്പൂൺ മതി. പിന്നെ ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൊഴുപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ഇങ്ങനെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് മുടിയിൽ പുരട്ടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മുടിയിൽ എണ്ണ തേച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടറി അല്ല, കുറച്ചുകൂടെ കൊഴുകൊഴുപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ പഴം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ മുടിക്കൊക്കെ ആണെങ്കിൽ പാളയം തോടനാണെങ്കിൽ ഒരു 4 പഴമെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരു പഴവേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ട് കിട്ടിയത്. അങ്ങനെ 4 പഴമൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മുടിയിൽ എണ്ണ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മുടിക്ക് എൻ്റെ മുടിയുടെ അത്രയ്ക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഴമൊക്കെ ആഡ് ചെയ്ത്, മുട്ട 2 മതി കേട്ടോ. കുറച്ചുകൂടെ പഴമൊക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നല്ല കൊഴുകൊഴാന്നിരിക്കും. മുടിയുടെ ലെങ്ത് വരെയും അപ്ലൈ ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റിയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഹെയർ മാസ്ക് നല്ല ടെക്സ്ചർ നന്നാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഞാൻ പറഞ്ഞില്ലേ, മുടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, മുടിക്ക് ബലം വെപ്പിക്കും, ആരോഗ്യം കൊണ്ടുവരുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പം നന്നായിട്ട് മുടിക്ക് ഷൈനിങ് ഒക്കെ നൽകും. അപ്പം നല്ല ലെങ്തിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ സാധാരണ കാണിക്കുന്ന ഹെയർ പാക്ക് ഒന്നും ലെങ്തിലോട്ട് അപ്ലൈ ചെയ്യാറില്ലല്ലോ. പക്ഷേ ഇത് ലെങ്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ഹെയർ പാക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് കുറച്ചധികം കൂടുതൽ എടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ സൗകര്യപ്രകാരം നിങ്ങൾക്ക് അത്ര അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ 4 പഴവും 2 മുട്ടയൊക്കെ വെച്ച് അടിച്ചെടുക്കാം. ബാക്കി പൊടികളൊക്കെ 2 സ്പൂണൊക്കെ മതി കേട്ടോ, എത്ര മുടി ഉണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും 4 പഴമൊന്നും അല്ല, കുറച്ച് ഒരു പഴമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എണ്ണ ആഡ് ചെയ്തിരിക്കണം. മുടിയിൽ എണ്ണ തേച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തേക്കണ കാര്യം നിർബന്ധമൊന്നുമല്ല. അല്ലെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആക്കും. മുട്ടയുള്ളതുകൊണ്ട് മുടി നന്നായിട്ട് ഡ്രൈ ആക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ മുടിക്ക് ബലക്കുറവുണ്ട് അല്ലെങ്കിൽ ആരോഗ്യം ഇല്ല എന്നുള്ള അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഊരിപ്പോണത്, പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതെന്നൊക്കെ. അതിൻ്റെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ചൂടുള്ള ഹീറ്റനിങ് പ്രോഡക്ട്സ് ഒക്കെ മുടിയിൽ ഉപയോഗിക്കുന്നതും ഒരുപാട് കെമിക്കൽ പ്രോഡക്ട്സ് മുടിയിൽ ഉപയോഗിക്കുന്നതാണ്.
ഈ ഒരുപാട് കെമിക്കൽ പ്രോഡക്ട്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അറിവില്ലായ്മ കൊണ്ടിട്ട് കണ്ണി കണ്ട പരസ്യത്തിൽ കാണുന്ന എല്ലാ സാധനവും വാരി വലിച്ച് തലയിലിടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ മുടിക്ക് എന്താണോ ആവശ്യം അത് മാത്രം ലിമിറ്റഡിൽ നമ്മൾ മുടിയിൽ ഉപയോഗിച്ചാൽ മതി. നമുക്കിപ്പോൾ മുടിയുടെ ടെക്സ്ചറാണ് പ്രശ്നമെങ്കിൽ മുടി സോഫ്റ്റ് ആവാനുള്ള 2 ഇൻഗ്രീഡിയൻറ്റ്, 2 പ്രോഡക്ട്സ്, കണ്ടീഷണർ, സെറം, അങ്ങനെയൊക്കെ അത്രമാത്രം അളവിന് യൂസ് ചെയ്താൽ മതി. പിന്നെ മുടിക്ക് നല്ലതായിട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു ഡീപ്പ് കണ്ടീഷണറായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് ഒക്കെ നമുക്ക് പരസ്യത്തിൽ കാണുന്ന പോലത്തെ ഹെയർ മാസ്ക് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്, മുടിയുടെ ലെങ്തിലോട്ട് മാത്രം. പക്ഷെ ചിലർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വാരി വലിച്ച് കാണുന്ന പ്രോഡക്ട്സ് എല്ലാം തലയിൽ വാരി തേക്കും. ഹീറ്റനിങ് പ്രോഡക്ട്സ് ഒരു അറിവില്ലായ്മയും കൊണ്ടിട്ട് യൂസ് ചെയ്യും. അതായത് നമ്മൾ ഹീറ്റനിങ് സ്പ്രേ ഒക്കെ, പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ഒക്കെ ഇട്ടിട്ട് മാത്രമേ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാവുള്ളൂ മുടിയിൽ, സ്ട്രൈറ്റ്നറൊക്കെ ഉപയോഗിക്കാവുള്ളൂ. അതൊന്നും അറിഞ്ഞുകൂടാതെ വാരി വലിച്ച് ഉപയോഗിച്ചിട്ട് മുടി അത്രയും ഡാമേജ് ആയിട്ട് വരും. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് മുടിക്ക് ആരോഗ്യം പോകുന്നതും ബലക്കുറവ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ക്യൂട്ടിക്കൽ ലെയർ ഉണ്ട് മുടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അത് കംപ്ലീറ്റ്ലി അടിച്ചു പോകും. അപ്പോഴാണ് മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് കാണാനും ഭംഗിയില്ലാതെ ഊരാന്ന് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഹീറ്റനിങ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്പ്രേ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുക, പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ഉപയോഗിച്ചിട്ട്. പിന്നെ നിങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ആവശ്യമുള്ള പ്രോഡക്ട്സ് മാത്രം തലയിൽ വാരി തേക്കുക. പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മുടി കെട്ടിവെക്കുന്നത്. ഞാനത് എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയും, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മുടി കെട്ടിവെക്കുന്നത്. അല്ലെങ്കിൽ ഈ മുടിയിൽ കാറ്റൊക്കെ അടിച്ച് മുടികൾ തമ്മിൽ പരസ്പരം ഉരസി സ്പ്ലിറ്റൻസ് വന്ന് മുടി കീറിപ്പോയി മുടി ഡാമേജായി ഒരു പരുവാവും. അത് നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കും തുമ്പിലോട്ട് മാത്രമല്ലേ കാണത്തുള്ളൂ എന്ന്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് റൂട്ട്സിൽ വരെ എത്തും. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് മുടി കെട്ടി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേളി ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിലും സ്ട്രൈറ്റ് ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിലും ഏത് ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ 3 പിരി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മുടിക്ക് സേഫ്റ്റി അതാണ്. ഈവൻ സൺലൈറ്റ് അടിച്ചാൽ പോലും നമ്മുടെ മുടിക്ക് അത് ഡാമേജ് ആണ് എന്ന് വെച്ചിട്ട് വീട്ടിൽ കയറി ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നിരുന്നാലും നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സാഹചര്യമൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. മുടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഫുഡാണ്. നമ്മൾ എത്ര പുറമേ നിന്ന് എന്ത് ചെയ്താലും ഉള്ളിൽ നിന്ന് എന്ത് കഴിക്കുന്നോ അതായിരിക്കും ബെറ്റർ റിസൾട്ട് തരുന്നത്. അപ്പോൾ ഫുഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അടുത്ത ആഴ്ച ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ലിസ്റ്റ് തരാം. ഈ ആഴ്ച സ്പ്ലിറ്റൻസിന് ഒരു റെമഡി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അത് നടക്കുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അടുത്തൊരു ഹെയർ പാക്ക് ഉണ്ട്, അത് മുടിയുടെ ബലത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇതുപോലെ പെട്ടെന്ന് ഊരിപ്പോകുന്ന മുടി അങ്ങനത്തെ പ്രശ്നങ്ങളില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാലോ 1 ഇയർ ചാലഞ്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാക്ക് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. ഇല്ല ചാലഞ്ച് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ പാക്കും ഈ ആഴ്ച വരുന്ന അടുത്ത പാക്കും നിങ്ങൾ 1 മാസം കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ ഹെയർ പാക്ക് അടിച്ചു കഴിയുമ്പോഴത്തേന് ഈ പഴം ഇങ്ങനെ നന്നായിട്ട് അടിഞ്ഞ് വന്നില്ലെങ്കിൽ അത് നിങ്ങൾ മുടിയിൽ പെരട്ടരുത്, മുടി പൊട്ടിപ്പോകും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് എണ്ണ ഇട്ടിട്ട് ഹെയർ പാക്ക് ഇടുക എന്നുള്ള കാര്യവും പിന്നെ ഈ യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയുടെ കാര്യവും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മുടിയുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് യൂസ് ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മുടി കൊഴിച്ചിലും താരനും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മുടിക്ക് ആരോഗ്യക്കുറവ്, സ്ട്രെങ്ത് കുറവ്, ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾ നേരിടുന്ന മുടിയിലെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. വല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിച്ച് പോകാം. പിന്നെ മുടിയുടെ വകുപ്പ് എടുക്കുന്ന ഭാഗം ചെയ്യാൻ വിട്ടുപോവല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.